ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചുക്ക് കാപ്പിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വിചാരിച്ചാൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ തുളസിൻ്റെ ഇല, പേരൻ്റെ ഇല, ചുക്ക്, പിന്നെ കുരുമുളക്, ചെറിയ ജീരകം, ഏലക്കായ, ഇതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ, തുളസിൻ്റെ ഇലയും പേരൻ്റെ ഇലയൊക്കെ. അതിന് ശേഷം നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചുക്ക് ചതക്കുക കേട്ടോ. നല്ലോണം ചതച്ചെടുക്കണം കേട്ടോ ചുക്ക്. എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും പനിയാണ്, ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വന്ന് നമ്മളെ മക്കൾക്ക് വന്നാൽ ആകെ ഇടങ്ങറാവും. അപ്പോൾ എല്ലാവരും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക, മഴച്ചാറിലൊന്നും കൊള്ളാതെ. അപ്പോൾ എല്ലാതും ഞാൻ ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം എന്താണ് ശർക്കരയും ചതക്കുന്നുണ്ട് കേട്ടോ. ശർക്കര അതിൽ ഇപ്പോൾ തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ശർക്കര ഞങ്ങളിവിടെ വെല്ലം എന്ന് പറയും കേട്ടോ. ശർക്കര നിങ്ങളവിടെ എന്താ പറയുക, വെല്ലം എന്ന് പറയുമോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലോണം എന്താണ് കണ്ടോ ശർക്കരയും ചതച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വെള്ളം വെച്ചു. അതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം വെച്ചു ഞാൻ. എന്താ വെച്ചാൽ മക്കൾക്കും കുറച്ച് കൊടുക്കാമല്ലോ, നല്ലതല്ലേ പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഈ മഴക്കാലത്ത് ചുക്ക് കാപ്പി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിലവരിതിൽ കാപ്പിപ്പൊടി കൂടി ഇടും. ഞാൻ കാപ്പിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ശർക്കര ഇട്ടെടുത്തു. അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ ചതച്ചത് വേഗം ആകാൻ വേണ്ടിയിട്ടോ ചതച്ചതില്ല, നമ്മൾ അങ്ങനെ ഇട്ടെടുത്താലും മതി. അപ്പോൾ നല്ലോണം മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചുക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കുക. അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച തുളസിൻ്റെ ഇലയും പേരക്കൻ്റെ ഇലയും ഞാൻ ഇട്ടെടുത്തു. അപ്പോൾ ഏറ്റവും നല്ലതാണ് നമുക്ക് പേരക്കൻ്റെ ഇല ആയാലും വേണ്ടില്ല, തുളസിനൊക്കെ നല്ലതാട്ടോ നമ്മളെ ശരീരത്ത്. അപ്പോൾ അത്രയും കൂട്ടി അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മക്കൾക്കെല്ലാവരും കൂടെ കുറച്ച് തോനെ ഉണ്ടാക്കി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കുരുമുളക്, ചെറിയ ജീരകം, ഏലക്കായ് ഒക്കെ പൊടിച്ചതും ചേർത്ത് കൊടുത്തു. നല്ലോണം മിക്സാക്കി എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല തിളച്ച് ഒന്ന് കുറുകി വരണം. എന്താ വെച്ചാൽ അത്രയും നല്ലതാണ് നമുക്കത്. അതാണ് ഞാൻ അധികം വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് വയ്യാത്ത പോലെ ഉണ്ട്, തൊണ്ടവേദനയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കത് വെക്കണം പറഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കൾക്കൂടി ചേർത്തുകൊണ്ട് വെച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇത് നമ്മളെ വീട്ടിൽ വെച്ച് കുടിക്കുക കേട്ടോ, മക്കൾക്കൊക്കെ കൊടുക്കുക, അത്രയും നല്ലത് ആണ്. വേറെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഞാൻ ഞങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക അത് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്നു കേട്ടോ. പിന്നെയും പറയുന്നു. അപ്പോൾ ഇത്ര മാത്രമുള്ള വീഡിയോ. ഓക്കെ ബൈ കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.